ക്രിസ്മസ് ഒരുക്ക പ്രാർത്ഥന. കർത്താവേ, ജഡ്മോഹങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം തരണേ. കർത്താവെ, മുൻകാലങ്ങളിൽ ജഡ്മോഹങ്ങൾ നിമിത്തം ഞങ്ങൾ ചെയ്ത എല്ലാ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇനിയും ആവർത്തിക്കാതിരിക്കാനുള്ള കൃപ തരണമേ. നിങ്ങളോടു ഞാൻ പറയുന്നു, ആത്മാവിന്റെ പ്രേരണയനുസരിച്ചു വ്യാപരിക്കുവിന്. ജഡ്മോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാല് ജഡ്മോഹങ്ങള് ആത്മാവിന് എതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങള് ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നതു നിമിത്തം ആഗ്രഹിക്കുന്നതു പ്രവർത്തിക്കാന് നിങ്ങൾക്കു സാധിക്കാതെ വരുന്നു. ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കില് നിങ്ങള് നിയമത്തിനു കീഴല്ല. ജഡത്തിന്റെ വ്യാപാരങ്ങള് എല്ലാവർക്കുമറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മദിരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികളിലേർപ്പെടുന്നവര് ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്കു നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. എന്നാല് ആത്മാവിന്റെ ഫലങ്ങള് സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്ത, സൗമ്യ, ആത്മസംയമനം ഇവയാണ്. ഇവക്കെതിരായി ഒരു നിയമവുമില്ല. യേശുക്രിസ്തുവിനുള്ളവര് തങ്ങളുടെ ജഡത്തെ അതിന്റെ വികാരങ്ങളോട്ടും മോഹങ്ങളോട്ടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മള് ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കില് നമുക്ക് ആത്മാവില് വ്യാപരിക്കാം. നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യരാഭിമാനികളും ആകാതിരിക്കട്ടെ. ഗലാത്തിയ പുലർച്ചെ 5:16 താഴെ തന്നിരിക്കുന്ന വചനം ഈ ദിവസം പറ്റുമ്പോഴൊക്കെ നമുക്ക് ഏറ്റുപറയാം. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിനു സമർപ്പിക്കരുത്. പ്രത്യുത മരിച്ചവരില് നിന്നു ജീവന് പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിനു സമർപ്പിക്കുവിന്. റോമ രാവിലെ 6:13 ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അതുകൊണ്ട് ജഡ്മോഹങ്ങള് നിങ്ങളെ കീഴ്പ്പെടുത്താന് തക്കവിധം പാപം നിങ്ങളുടെ മർത്യശരീരത്തില് ഭരണം നടത്താതിരിക്കട്ടെ. പാപം നിങ്ങളുടെ മേല് ഭരണം നടത്തുകയില്ല. കാരണം നിങ്ങള് നിയമത്തിനു കീഴിലല്ല, കൃപയ്ക്കു കീഴിലാണ്. റോമ രാവിലെ 6:12 -14